പൃഥ്വിരാജ് ആയിരുന്നു ആദ്യം വിനായകൻ ചേട്ടന് പകരം എന്ന് നമ്മൾ പലയിടത്തും കേട്ടു. എങ്ങനെയായിരുന്നു അപ്പം ഈ ഒരു ചേഞ്ച് വന്നത്? എങ്ങനെയായിരുന്നു? പ്രൈമറി സെറ്റിങ്ങിൽ തന്നെ ഇത് രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് സ്പേസ് ഉള്ള ഒരു സിനിമയായിട്ടാണ് ഇത് ഡെവലപ്ഡ് ആയത്. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം മമ്മൂക്കയിലോട്ട് എത്തിയാൽ ഒരു പിന്നെ അദ്ദേഹത്തിനും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു തോട്ട്സ് വന്നു. പിന്നെ സിനിമയുടെ പിന്നെ ടോട്ടൽ സിനിമയിൽ തന്നെ ഒരു കോൺഫിഡൻസ് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുള്ള ശ്രമങ്ങൾ ഞാനിപ്പോൾ പിന്നെ ചില സിനിമകളൊക്കെ വർക്ക് ചെയ്ത കോൺടാക്ട്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ശ്രമം നടത്തി. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എത്തിപ്പെട്ടത് പൃഥ്വിരാജിലോട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ നടന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലെ മമ്മൂക്കയിലോട്ട് ഒരു കഥാപാത്രം പോയാൽ നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ ആ ഒരു സപ്പോർട്ടിലാണ് നമുക്ക് മമ്മൂക്കയിലോട്ട് കുറച്ചും കൂടെ പെട്ടെന്ന് എത്താൻ പറ്റിയതെന്ന് തോന്നുന്നു. അങ്ങനെ മമ്മൂക്കയിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും മമ്മൂക്കയ്ക്കും അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അത് മമ്മൂക്കയുടെ ഒരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണ്, അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോഴത്തേനും അങ്ങനെ പിന്നെ ആ പ്രോജക്റ്റ് ഷൂട്ടിംഗ് പ്രോസസ്സിലോട്ട് എത്താനായിട്ട് ഒരു സമയം എടുത്തു. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പോലെ പിന്നെ പൃഥ്വിയുടെ അവൈലബിലിറ്റി ഒക്കെ പ്രശ്നമുണ്ടായിരുന്നു, ഡേറ്റിൻ്റെ ഇഷ്യൂ എന്നൊക്കെ വന്നപ്പോൾ അങ്ങനെ അടുത്ത ഒരു ഓപ്ഷൻസിനെ പറ്റി പല ചർച്ചകൾ നടത്തിയപ്പോൾ മമ്മൂക്കയാണ് വിനായകൻ ചേട്ടനെ സജസ്റ്റ് ചെയ്തത്.